ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ അവിടുത്തെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 3 ഗീതങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പ്രധാനമായും നമ്മൾ കാണുക മറിയത്തിൻ്റെ സ്തോത്രഗീതമാണ്. എലിസബത്ത് മറിയത്തെ സ്തുതിക്കുന്ന ഗീതമാണ്. മറ്റൊന്ന് സക്രിയയുടെ പ്രവചന ഗീതമാണ്. ലൂക്കാറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 67 മുതൽ 79 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ പോകുമ്പോൾ പുരോഹിതനായ സക്രിയയുടെ പ്രവചനമാണ്. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 3-4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചിരിക്കുന്നു. ദാവീദിൻ്റെ വംശത്തിലൂടെ നമ്മൾക്ക് ഒരു രക്ഷകനെ ഉയർത്തിയിരിക്കുന്നു. പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ, വിശുദ്ധ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ പ്രവചിച്ചവ അവിടുന്ന് പൂർത്തിയാക്കിയിരിക്കുന്നു. നമ്മളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുവാനും നമ്മളെ വെറുക്കുന്നവരിൽ നിന്ന് രക്ഷിക്കുവാനും വേണ്ടി അവിടുന്ന് നമുക്ക് രക്ഷകനെ നൽകിയിരിക്കുന്നു. അബ്രഹാത്തോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിവർത്തിച്ചിരിക്കുന്നു. പ്രവാചകന്മാരോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിവർത്തിച്ചിരിക്കുന്നു. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സക്രിയ പ്രവചിക്കുന്നുണ്ട്. തുടർന്ന് സ്നാപക യോഹന്നാനെക്കുറിച്ചും തൻ്റെ മകനായ സ്നാപക യോഹന്നാനെക്കുറിച്ചും പുരോഹിതനായ സക്രിയ പ്രവചിക്കുകയാണ്. നീയോ കുഞ്ഞെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. സക്രിയ പുരോഹിതൻ തൻ്റെ മകനായ യോഹന്നാനെക്കുറിച്ച് 5 കാര്യങ്ങളാണ് പറയുക. ആദ്യമായി പറയുന്നത്, നീയേ കുഞ്ഞെ, നീ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. നീ ദൈവത്തിൻ്റെ മുമ്പേ പോകും. ദൈവത്തിന് വഴിയൊരുക്കാൻ നമ്മുടെ കർത്താവായ ദൈവത്തിന് വഴിയൊരുക്കാൻ നീ അവന് മുമ്പേ പോകും. 3-ാമതായി പറയുന്നത്, തൻ്റെ ജനത്തിൻ്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി പാപമോചനത്തെക്കുറിച്ചുള്ള അറിവ് കൊടുക്കും. തൻ്റെ ജനത്തെ അവരെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള അറിവ് കൊടുക്കും. 4-ാമതായി പറയുന്നത്, നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യാതിരേകത്താൽ ഉയരത്തിൽ നിന്ന് ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശുവാനും, 5-ാമതായി പറയുന്നത്, സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ്. പ്രൈസ് ലോർഡ്. ഈശോയുടെ ജനനത്തെക്കുറിച്ചും ഈശോയ്ക്ക് മുൻപേ പോകുന്ന ശക്തനായ പ്രവാചകനായ സ്നാപക യോഹന്നാനെക്കുറിച്ചും സക്രിയ പറയുന്ന കാര്യങ്ങളാണ്. സ്നാപക യോഹന്നാനെക്കുറിച്ച് നമുക്കറിയാം, അവൻ യേശുവിന് വേണ്ടി വഴിയൊരുക്കിയവനാണ്. വഴിയായവന് വഴിയൊരുക്കുന്ന സ്നാപക യോഹന്നാൻ. അവൻ പാപമോചനത്തിലുള്ള മാനസാന്തരത്തെക്കുറിച്ച് അവൻ സംസാരിച്ചു.
മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ ശബ്ദം. അതെ, അവനെ അനേകരെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ദൈവം അവനെ ഉപയോഗിക്കുകയാണ്. നമ്മൾ ശ്രവിച്ചുകൊണ്ടിരുന്ന 2-3 ദിവസങ്ങളായിട്ട് നമ്മൾ ശ്രവിച്ചുകൊണ്ടിരുന്നത്, ഒന്ന് എലിസബത്തിൻ്റെ സ്തുതിഗീതം, 2 മറിയത്തിൻ്റെ സ്തോത്രഗീതം, ഇന്ന് നമ്മൾ കണ്ടത് സക്രിയയുടെ പ്രവചനഗീതം. ഇവയെല്ലാം നമ്മൾ കാണുന്നത് ലൂക്ക അറിയിച്ച സുവിശേഷത്തിലൂടെയാണ്. സ്നേഹമുള്ളവരെ, നമ്മളുടെ പാദങ്ങൾ നീതിയുടെ മാർഗത്തിൽ സഞ്ചരിക്കുവാൻ വേണ്ടി നമുക്ക് തീരുമാനമെടുക്കാം. പാപമോചനത്തിനായുള്ള മാനസാന്തരത്തിൻ്റെ യോജിച്ച ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. ജനിക്കാൻ പോകുന്ന ശിശു ഉണ്ണീശോയുടെ ജന്മത്തിരുന്നാളിനായി നമ്മുടെ ഹൃദയങ്ങളെ വിശദീകരിക്കാം. ഉണ്ണീശോയെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.